ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്രാഫ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ പിസ്താടെ ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ B7000-ൻ്റെ പശയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ 3-4 ടൈപ്പ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എംബ്രോയ്ഡറി നൂല്, എൻ്റെ കൈ പച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കളറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അന്നേരം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് റൗണ്ടിന് വെട്ടിയെടുക്കാം. നമുക്ക് അന്നേരം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അന്നേരം നമ്മൾ ഇതേ രീതി കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ ഒന്നും കൂടി നമുക്ക് വേണം. അപ്പം നമുക്ക് ഒന്നും കൂടി വെട്ടിയെടുക്കാം. അന്നേരം നമ്മൾ ഇതേ ഷേപ്പിൽ 2 നമ്മൾ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം ഇനി ചെയ്യുന്നത് വെച്ചാൽ ഈ 2 കൂടെ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചെടുത്തുകൊണ്ട് വരാം. അന്നേരം നമ്മൾ ഇത് 2 കൂടി ഒട്ടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം പശ പുരട്ടി കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ അതെടുത്തില്ല, ഞാൻ ഈ പശ വെച്ചാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പശ തേച്ച് കൊടുക്കണം. എന്നാലേ നല്ല ഭംഗിയായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഇത് 2 കൂടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്കിനി അടുത്ത് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അന്നേരം നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അന്നേരം നമ്മൾ ഇതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കപ്പം ഇത് ഫുൾ പെയിൻറ്റ് അടിച്ചിട്ട് വരാം. അന്നേരം നമ്മൾ ഫുൾ ഇതേ രീതി നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. അന്നേരം നമുക്ക് പിസ്ത ഷെല്ലിനകത്ത് നമുക്ക് കുറച്ച് ഗോൾഡൻ കളറും റെഡ് കളറൊക്കെ കളറടിച്ചിട്ട് വരാം. അന്നേരം നമ്മൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാണ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമുക്കപ്പോൾ എങ്ങനെ ചെയ്യുന്നെന്നുള്ളത് നോക്കാം. അന്നേരം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ നൂല് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഓരോ ഇതും വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
നിൽക്ക് അന്നേരം നമ്മൾ ഇതേ രീതിയിലാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളും ഇതേ രീതിയിലൊക്കെ ഒട്ടിച്ചെടുത്തുകൊണ്ട് വരാം. അന്നേരം നമുക്ക് ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തുകൊണ്ട് വരാം. അന്നേരം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.